ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് കുറേ വ്യൂവേഴ്സ് റെക്കമെൻഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് വിശദമായി അറിയാം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ജ്യോതിഷപരമായ പ്രാധാന്യങ്ങളും. തൃക്കേട്ട നക്ഷത്രം ജ്യേഷ്ഠ നക്ഷത്രം എന്നാണ് സംസ്കൃതത്തിൽ അറിയുന്നത്. 27 നക്ഷത്രങ്ങളിൽ 18ാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. സംസ്കൃതത്തിൽ ഇതിനെ ജ്യേഷ്ഠ എന്നാണ് വിളിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ രാശി വൃശ്ചികം. ആധിപത്യം ബുധൻ. ബുദ്ധിയും വാണിജ്യവും ആശയവിനിമയവും പ്രതിനിധീകരിക്കുന്നു. ദേവത ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവ്. നക്ഷത്രത്തിൻ്റെ പ്രതീകം കുണ്ടലം. ചെവിയിലൊക്കെ ഇടുന്ന കുണ്ടലമുണ്ടല്ലോ, രാജാക്കന്മാരൊക്കെ ഇടുന്ന കുണ്ടലം അല്ലെങ്കിൽ കുട. ഈ രണ്ടുമുണ്ട്. കുട എന്ന് പറയുന്നത് അധികാരവും സംരക്ഷണവും സൂചിപ്പിക്കുന്നു. ഗണം രാക്ഷസഗണം. യോനി ആൺമാൻ, മെയിൽ ഡിയറാണ് ഇതിൻ്റെ യോനി. നക്ഷത്രത്തിൻ്റെ പുരുഷാർത്ഥം സമ്പത്ത്, പൈസ ആണ്. ഇതിൻ്റെ പക്ഷി താറാവ് അല്ലെങ്കിൽ അരയന്നം. വൃക്ഷം കടമ്പ വൃക്ഷം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പുരുഷാർത്ഥം പൈസ, സമ്പത്ത്. ഇതിൻ്റെ പക്ഷി താറാവ് അല്ലെങ്കിൽ അരയന്നം. വൃക്ഷമോ കടമ്പ വൃക്ഷം. വൃശ്ചിക രാശി അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പേരിടേണ്ട ഓരോ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ അനുസരിച്ച് വേണം നമ്മൾക്ക് കുട്ടികൾക്ക് പേര് വയ്ക്കാൻ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ആചാരം ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഇപ്പോഴാണെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ഒരക്ഷരം, ഒരു മീനിങ് ഇല്ലാത്ത ഒരു പേരാണ് നമ്മളിടുന്നത്, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ രാശി അനുസരിച്ച്, രാശിക്ക് ചേരുന്ന അക്ഷരങ്ങൾ വരുന്ന പേരുകളാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് പേര് വരുമ്പോഴത്തേക്കും നോബി എന്നൊക്കെ പറയത്തില്ലേ, നോബി. പിന്നെ യാ, ഈ, യു, ഈ 4 അക്ഷരങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇടേണ്ട പേര്. പിന്നെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എന്താണ് ഫലം? ഏത് കാര്യം ചെയ്യുവാനാണോ ഈ വ്യക്തിയെ ഭൂമിയിലേക്ക് വിട്ടത്, അത് പൂർത്തി ചെയ്യുന്നതിന് വേണ്ടി ഈ ശബ്ദങ്ങൾ ആ വ്യക്തിയെ സഹായിക്കുന്നു.